ഗാസ നഗരത്തിൽ ഞായറാഴ്ച ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് ഗാസയുടെ തെക്കൻ നഗരമായ റഫയിൽ 35ഓളം പലസ്തീനികൾ കൊല്ലപ്പെട്ടതായും ഡസൻ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പലസ്തീൻ ആരോഗ്യ സിവിൽ എമർജൻസി സർവീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് ഹമാസിന്റെ ആക്രമണത്തെ തുടർന്ന് ഇസ്രയേൽ നടത്തിയ പ്രത്യാക്രമണത്തിന് ശേഷം ഗാസയുടെ വടക്കൻ ഭാഗത്തു നിന്ന് പലായനം ചെയ്ത 100 കണക്കിന് പാലസ്തീനികളെ റഫയിൽ പാർപ്പിച്ചിട്ടുണ്ട്. എക്സിന്റെ ഒരു പോസ്റ്റിൽ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് റഫയിലെ പ്രധാനമായ ഹമാസ് ഭീകരർ താമസിക്കുന്ന ഒരു കോമ്പൗണ്ടിൽ ആക്രമണം നടത്തിയെന്നും കൃത്യമായ ആയുധങ്ങൾ ഉപയോഗിച്ച് കൃത്യമായ രഹസ്യ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടത്തിയതെന്നും പറഞ്ഞു. വെസ്റ്റ് ബാങ്കിന്റെ ഹമാസിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് പലസ്തീൻ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പിലെ മറ്റൊരു മുതിർന്ന ഉദ്യോഗസ്ഥനും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും അത് അവകാശപ്പെടുന്നുണ്ട്. ഇസ്രായേലിന്റെ മധ്യഭാഗത്തുടനീളം റോക്കറ്റ് സൈറനുകൾ മുഴങ്ങുന്നതിനെ തുടർന്ന് മാസങ്ങൾക്കുള്ളിൽ ആദ്യമായി ഇസ്രായേലിന്റെ ടെൽ അവീവിൽ റോക്കറ്റുകളുടെ പ്രവാഹം വിക്ഷേപിച്ചതായി ഹമാസ് അവകാശപ്പെടുന്നതിനെ തുടർന്നാണ് ആക്രമണം നടന്നതെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു.